ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായൊരു ദുർഗാദേവി ക്ഷേത്രമാണ് ചാല ഭഗവതി ക്ഷേത്രം. ഇന്നത്തെ പ്രധാന ശ്രീകോവിലിൻ്റെ പിൻഭാഗത്തുള്ള ഭദ്രകാളി ദേവിയുടെ വിഗ്രഹം ആദ്യം സ്ഥാപിച്ചത് പരശുരാമനാണെന്നാണ് ഐതിഹ്യം. ശ്രീ പരശുരാമ മഹർഷിയാൽ പ്രതിഷ്ഠിതമായ 108 ദുർഗാലയങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. ശ്രീ ഭദ്രകാളിയുടെയും പരാശക്തി ദുർഗാദേവിയുടെയും പ്രതിഷ്ഠകൾ ഒന്നിച്ചുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്ന്. ശ്രീ കണ്ണുമഹർഷി തപസ് ചെയ്തിരുന്ന സ്ഥലമായതിനാൽ കണ്ണന്നൂർ എന്നറിയപ്പെട്ട ഇപ്പോഴത്തെ കണ്ണൂരിൽ നിന്ന് കിഴക്കുഭാഗത്തായി യാഗം നടത്തുന്നതിനു വേണ്ടി ഒരു ശാല പണിതു. കാലാന്തരത്തിൽ ഈ സ്ഥലം ശാഖ എന്നും പിന്നീട് ചാല എന്നുമായി മാറി എന്നാണ് സ്ഥലകാല ചരിത്രം. തെറ്റായി ശബ്ദം ചെയ്തവർക്ക് രക്തം ഛർദ്ദിക്കുകയോ ചിത്തഭ്രമം പോലുള്ള പ്രത്യാഘാതങ്ങൾ നേരിട്ടതായി പറയപ്പെടുന്നു. പുരാതന കാലത്ത് വിശിഷ്ടമായ ആചാര്യന്മാർക്ക് പട്ടും വളയും നൽകുന്ന പതിവ് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ആരാധന സമയം രാവിലെ 4 മുതൽ ഉച്ചയ്ക്ക് 11:50 വരെയും വൈകുന്നേരം 5:30 മുതൽ 8 വരെയുമാണ്. എല്ലാ വർഷവും മീനമാസത്തിൽ പൂരം നാളുകളിൽ ശ്രീ ചാല ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം കൊണ്ടാടുന്നു. 7 ദിവസങ്ങളിലായി നടക്കുന്ന ഈ പൂരമഹോത്സവത്തിൽ ക്ഷേത്രതന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറി ആറാട്ടോടെ സമാപിക്കുന്നു. ഉത്സവത്തിൻ്റെ എല്ലാ ദിവസവും തിടമ്പുകൾ ഘോഷയാത്രയായി ഈ ദേവതകളുടെ അമ്മയുടെ നിലം എന്നറിയപ്പെടുന്ന അമ്മുപറമ്പിലേക്ക് കൊണ്ടുപോകുന്നു. ദേവതകൾ അമ്മയെ സന്ദർശിക്കുന്നു എന്നാണ് വിശ്വാസം. ഉത്സവ ദിവസങ്ങളിലെല്ലാം ഭക്തജനങ്ങളുടെ വകയായി അന്നദാനവും നടക്കാറുണ്ട്. ഗുരുതി പൂജയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ഭദ്രകാളി സന്നിധിയിൽ ഗുരുതി പൂജ കഴിക്കുക വഴി കാലാകാലങ്ങളായുള്ള നമ്മുടെ കഷ്ടതകൾ അകറ്റുന്നു എന്നാണ് വിശ്വാസം. മനഃശുദ്ധിയും കർമ്മശുദ്ധിയും പാലിക്കുന്നതോടൊപ്പം ഭദ്രകാളി പ്രീതിയും ഗുരുതി പൂജയാൽ സാധ്യമാവുന്നു. ചൊവ്വ, വെള്ളി ദിവസങ്ങളിലാണ് ഭഗവതി ക്ഷേത്രങ്ങളിൽ പ്രാധാന്യം. ഈ ദിവസങ്ങളിലാണ് ഗുരുതി പൂജയും നിറമാലയും ഇവിടെ നടക്കുന്നത്. ദുർഗാദേവി, ശ്രീ ഭദ്രകാളി, പെരുംതൃക്കോവിലപ്പൻ, ശ്രീ അമ്മൂലമ്മ സന്നിധാനം എന്നീ ചൈതന്യങ്ങൾ കുടികൊള്ളുന്ന ശ്രീ ചാല ഭഗവതി ക്ഷേത്രം എന്ന പുണ്യ തീർത്ഥാടന കേന്ദ്രത്തിൽ ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും ആത്മാർത്ഥമായി മനമുരുകി പ്രാർത്ഥിക്കുന്നത് നടക്കും എന്നാണ് ഭക്തരുടെ അനുഭവങ്ങൾ പറയുന്നത്. ഉത്സവ ദിവസങ്ങളിൽ പട്ടൊപ്പിച്ചു തൊഴുക വഴി സർവ്വവിഘ്നോപശാന്തിയും ദേവീ കടാക്ഷവും സർവോപരി രോഗശാന്തിയും കൈവരുന്നു.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.